നിന്റെ ട്യൂഷന്റെ ബുക്ക് കിട്ടിയില്ലല്ലേ? നിന്നെ ട്യൂഷന് പോയേ പറ്റത്തുള്ളൂ. നിന്റെ തള്ള വന്നാ എന്നെയാണ് കിടന്ന് ചീത്ത പറയുന്നത്. ഇപ്പൊ ഇവിടെ ബുക്ക് കിട്ടി. കിട്ടിയാ? നോക്കി കണ്ടുവച്ച് എടുക്കണം, അല്ലാതെ എവിടെയെങ്കിലും കൊണ്ട് കളയരുത്. മേല ഞാൻ കാര്യമായിട്ട് ഞാൻ പറഞ്ഞേക്കാണ്. നീ റെഡിയായ? എന്റെ കൈ വയ്യ, ഇത് കെട്ടിയ പാട് എനിക്ക് ദൈവത്തിനും അറിയാം. എന്നെ കൊണ്ട് എനിക്ക് വയ്യ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ഇങ്ങനെ മതി, ഇങ്ങനെ മതി. അമ്മേ, അവന്റെ ബാഗിലെല്ലാം വെച്ചിട്ടുണ്ട്. രാവിലെ ഒരു മുട്ടയും പാലും കുടിച്ചിട്ടുണ്ട്. കൊണ്ടുപോയി ഇങ്ങോട്ട്. അവരെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നു. കൊല്ലം വരെ എത്താനുള്ളതാ എനിക്ക്. അമ്മമ്മേനെ ബുദ്ധിമുട്ടിക്കരുത്. സമയത്തിന് പൊക്കോണം കേട്ടാ. എന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ മറന്നുപോയി. എന്റെ പൊന്ന് ദൈവമേ, പാല് പറ്റി കാണും. ഞാൻ എന്തെല്ലാം ചെയ്യണം എന്റെ ദൈവമേ. ഇങ്ങോട്ട് പോ. ഓ എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ഒരുമിച്ച് കളറാ. എവിടെ പോയാലും സ്കൂളിൽ പോയാലും ട്യൂഷനിൽ പോയാലും യൂണിഫോം ആണ്. പോയി മാറിട്ടോ. അപ്പൊ എന്റെ പൊന്നു പിള്ളേരെ ഇങ്ങോട്ടേ വരേ വല്ലോ കഴിക്കാൻ വരുവാ. ട്യൂഷന് പോകണം, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം പറഞ്ഞാൽ വഴക്കം കൂടിക്കൊണ്ടിരുന്നോളൂ. എന്താ ചെയ്യാനാ? ആഹാ, ഇതുവരെ കഴിച്ചു തുടങ്ങിയില്ലേ? ട്യൂഷന് വന്ന നേരമായി, പെട്ടെന്ന് അങ്ങോട്ട് കഴിക്ക്. എന്റെ പൊന്നെ, ഈ കൊച്ചു എളുപ്പം കാലത്ത് ഞാൻ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കണം? എല്ലാം അവിടെ കഴുകി വരി വെച്ചിരിക്കുന്നത്. നിങ്ങൾ തൽക്കാലം ഇത് കഴിച്ചിട്ട് പോയിട്ട് വരേ. പിന്നെ ഇപ്പൊ എന്തായാലും എന്നെ കൊണ്ട് ഒക്കത്തില്ല. നിങ്ങൾ തൽക്കാലം കഴിക്കും, സമയമായി. കഴിക്കടേ. നടക്കത്തില്ല. എനിക്കൊരു 100 കൂട്ടം കാര്യങ്ങൾ എടുക്കുന്നു. എന്റെ ദൈവമേ, ഈ കൊച്ചു ഓരോ ശീലങ്ങൾ ആ തള്ള പഠിപ്പിച്ച് പാഴികളെന്ന് വെച്ചിരിക്കുകയാണ്. ഇതിനേക്കാ ഇപ്പോഴും നിനക്ക് എടുത്ത് കഴിക്കാൻ സമയമായില്ലല്ലേ? എന്തൊരു സ്വഭാവം ഇത്. ഇല്ല ഇവിടെ കഴിക്കാൻ പോട്ടെ. കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കണം. കഴിക്ക്. കനക ഉറങ്ങിയ പിന്നെ അവൻ അങ്ങനെ തന്നെ. എന്ത് ചെയ്യും? വേറായല്ലേ? എടാ കനക, ഷോ ആഹോ, അനക്കോ ഇല്ല, ആവിയില്ല. ഇന്നെന്തോ ചെയ്യാനാ? എടാ കനക, എന്ത് ചെയ്യുമെന്ന് പറയേ. അരിയിപ്പോ പോലെ ഞാൻ എന്താ കനക, എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയും ദൈവമേ. ചെറുക്കനെ വിളിച്ച് മടുത്താലും വരത്തില്ല. പിന്നെ എന്തോ ചെയ്യാനാ? അരി ഇപ്പൊ എന്ത് പോവുമല്ല, അത് എന്ത് കാണുമോ? അതറിയാൻ വയ്യല്ല. ഇപ്പൊ എന്തല്ലോ അരി എന്തളിയോ ഇപ്പം. എനിക്ക് വയ്യ, ഞാൻ എന്തൊക്കെ ചെയ്യണം? ചെറുക്കന് നടക്കൂല, ചെറുക്കൻ്റെ കൂടെ ഒരു കാര്യം. കാണിച്ചൊരാടാ നിനക്ക് ഞാൻ. അത്ര കൊള്ളത്തില്ലല്ലോ. ആഹാ, എടാ കനക, എടാ കനക, എടാ ഒന്ന് എഴുന്നേക്കടാ. ഓൻ്റെ ഒരു 5 മിനിറ്റ്. എന്തോന്നാ കാണിക്കുന്നേ? എന്തോന്നാ മുഖം കൊണ്ട് നിന്റെ വെള്ളത്തിൽ ഒഴിച്ചത്? മുഖത്തോട്ട് ഞാൻ ഒഴിച്ചു. ഒരു മനുഷ്യൻ കിടന്ന് ഉറങ്ങല്ലായിരുന്നോ? അതുകൊണ്ടാണ് നിന്നെ ഉണർത്താൻ വെള്ളം ഒഴിച്ചത്. ഇപ്പൊ എന്താ വേണം?
ഇങ്ങനെയാണോ ചെയ്യണം? വിളിച്ചോണ്ട് ഇങ്ങനെയാണോ? പിന്നെ എങ്ങനെ ചെയ്യണം? എടാ ഞാൻ എത്ര സമയം കൊണ്ട് നിന്നെ വിളിക്കുന്നു, അപ്പോഴൊക്കെ 5 മിനിറ്റ് 5 മിനിറ്റ് 5 മിനിറ്റ്, ഇപ്പൊ 1 മണിക്കൂറായി. ആ 5 മിനിറ്റ് കഴിഞ്ഞ് വരുവായിരുന്നല്ലോ. ഇത് വലിയ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചോടത്ത്? എടാ പിള്ളേര് പോയപ്പോ തൊട്ട് ഞാൻ നിന്നെ വിളിക്കുകയാണ്. ഞാനാണ് പിള്ളേരെ അയച്ചത്, നിനക്കറിയാലോ. എടാ അരി വെന്ത് കിടക്കുന്ന അവിടെ. അതിനിപ്പോ ഞാൻ എന്ത് വേണം? നീ എന്താ വേണോന്നാ? എടാ അതൊന്ന് ഇറക്കി വെച്ചതാ, എന്റെ കൈ വയ്യ. അമ്മയ്ക്ക് വയ്യെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിക്ക് പോയത്? തിന്നാൻ. ഞാൻ കടന്ന് മേടിക്കുമായിരുന്നല്ലോ. അയ്യോ എന്ത് പറയുമ്പോഴും കടയിൽ നിന്ന് വാങ്ങിച്ചാനെ, കടയിൽ നിന്ന് വാങ്ങിച്ചാനെ. കടയിൽ തിന്ന്. എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ആഹാരമാണ് വേണ്ടിയത്. നീ എഴുന്നേക്കുന്നാ? എടാ എഴുന്നേറ്റ് വന്നില്ല. എഴുന്നേക്കാം. ഓ ദാടാ ഇനി 1 കുടം വെള്ളം കൊണ്ടൊന്നില്ല, തലവഴി ഞാൻ ഒഴിച്ചു തരും. ഞാൻ കാര്യം പറഞ്ഞില്ലെന്നുള്ളത് വേണ്ട. എഴുന്നേര്. എണീക്കാന്ന് പറഞ്ഞല്ലോ. ആ എഴുന്നേക്ക്. ഞാൻ പോയാ നീ കിടന്നുറങ്ങി. എഴുന്നേക്ക്. എടാ അരി വെന്ത് അളിഞ്ഞു പോയി. ദാണ്ടേ ഇനി ഞാൻ വീക്ക് തരും. എഴുന്നേക്ക് എഴുന്നേക്ക്. ഉറങ്ങണ മനുഷ്യനെ നീ പുറകുറുക്കുന്നത്. ഞാൻ വരാന്ന് പറയായിരുന്നു. ആ എന്നാ എഴുന്നേറ്റ് വാ. ചെവിയിൽ വെള്ളവും കയറി. നടന്നേ. നടക്ക്. നീ നടക്ക്. ഓ ഞാൻ നടക്കണ്ട. നീ വെള്ളം എന്താ വേണ്ടേ? എന്താ വേണ്ടേ? എന്താ വേണ്ടേ? എന്താ വേണ്ട? എന്താ വേണ്ട? എടാ നിന്നെ കഞ്ഞി വാർത്തിടാനാ വിളിച്ചത് ഞാൻ. കഞ്ഞി വാർത്തിടാനാ? പിന്നെ അല്ലാതെ കേട്ടില്ലായിരുന്നു അവിടെ വെച്ച് പറഞ്ഞത്? കേട്ട്. പക്ഷേ ഈ പറഞ്ഞ എടാ കൈക്കല പിടിയടാ, കൈക്കല പിടിച്ചല്ലേ. ഇത് അമ്മക്ക് അങ്ങ് ചെയ്യൂടായിരുന്നാ? എടാ എന്നെ കൊണ്ടാവുമെങ്കിൽ ഞാൻ ചേട്ടാ എന്റെ കൈ ഇത് പൊക്കാൻ വയ്യ. ഓ ഇങ്ങോട്ട് എന്തൊക്കെ കഷ്ടമെന്ന് പറഞ്ഞു. ആ ഇറക്കി വെച്ചാണോ? നമ്മൾ രണ്ടുപേരല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അല്പ ചോറ് പോരെ? ഒത്തിരി അധികമായി പോയെന്ന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആഹാ ഒത്തിരി മതിയായിരുന്നു. ഇറക്കി വെക്കാൻ കൈ വയ്യെന്ന് പറഞ്ഞ് ഇറക്കി വെച്ച്. ഇനി എന്ത് വേണം? ഞാൻ വല്ലാത്തൊരു അങ്ങോട്ട് നീക്കി വയ്യ. ഇത് അണച്ചില്ലല്ലോ ഇത്. അമ്മയ്ക്ക് അടുക്കള കയറാൻ വൈകി. ഞാനാണ് പറഞ്ഞത്. ഈ വെള്ളം ഒന്ന് ഊറ്റ് ഇതിലോട്ട്. കുറേ കണ്ട ഈ വെള്ളം ഒന്ന് ഊറ്റിയാണ് ഇതിലോട്ട് എടുത്ത് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഊറ്റ്. ഇച്ചിരി വെള്ളം അങ്ങ് എടുത്ത് കളയണം. ഇല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഒക്കുവോ? ഇങ്ങനെ ഒഴിക്കണം, ഇങ്ങനെ ഒഴിക്കണം. എങ്ങനെ എടാ ഇവിടെ ഇട്ട് വെച്ചൊന്ന് ഊറ്റി നോക്ക്. ഇങ്ങനെ ഓ ആ ഇങ്ങനെ പുറത്ത് വീഴില്ലേ? എടാ എന്നാ ഇവിടെ ഇട്ട് വയ്ക്ക്. അമ്മ ഞാൻ ചെയ്തോളാം. അമ്മ പോ, ഞാൻ ചെയ്തോളാം. ആ ചെയ്യ്. ഞാൻ ചെയ്തോളാം. ഇവിടെ പോത്ത അങ്ങനെയല്ല പിടിക്കണ്ട. ഞാൻ ചെയ്തോളാം. അല്ല ശരിയാവത്തില്ല. അങ്ങനെയല്ല, തിരിച്ചു പിടി, തിരിച്ചു പിടി. അത് എങ്ങനെ പിടിച്ച അമ്മ? ഇങ്ങനെ പിടിച്ച എന്റെ മേലെ കൂടെ വീഴൂല വെള്ളം. ഈടാ അത് പതുക്കെ വേണം. ഇങ്ങനെ എടുത്ത് മറിക്കല്ലേ ചെയ്യുന്നത്. ഒരുപാട് നമ്മളൊരു സാമാന്യ ബോധത്തിൽ ഞാനിപ്പോ ഇങ്ങനെ എടുത്ത് പിടിച്ച എങ്ങനെ എന്റെ പുറത്തോട് വീഴൂല. നീ ഒന്ന് വെച്ച് നോക്ക്. നീ ഒന്ന് വെച്ച് നോക്ക്. കഷ്ടം തന്നെ. ഇത് എന്റെ പുറം പൊള്ളിട്ടുണ്ടല്ലോ. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്ക്. എനിക്ക് നാളെ സ്റ്റേഷനിൽ പോകണം. എനിക്ക് അയ്യേ പുള്ളിക്കാനാണോ ഞാൻ നിന്നെ വിളിച്ചത്? ഒരു 50 രൂപ ഇവിടെ. പതുക്കെ പതുക്കെ. ഇവിടെ നീ കഞ്ഞിക്കലത്തിന്റെ മേളിൽ കയറി കിടക്കാനല്ല ഞാൻ പറഞ്ഞത്. അതൊന്ന് ഊറ്റാനാ പറഞ്ഞത്. ഊറ്റാൻ. ആ പതുക്കെ ഊറ്റ്. പതുക്കെ ഊറ്റാനാ? തിന്നാനറിയാം, കഞ്ഞിക്കലം അറിഞ്ഞൂടെ ഊറ്റാൻ. ഇത്രയും നാളെ. ആ പതുക്കെ പതുക്കെ പിടിച്ച് എടുത്ത് ആ ആ അങ്ങനെ ആ ഊറ്റ്. ഊതിക്കൊണ്ടാ ഊതി, ഇല്ലെങ്കിൽ മുഖത്തോട്ട് ആവി വരും. അമ്മ ഇങ്ങനെ അമ്മേനെ പുറത്ത് വീഴ കേട്ടാ. ഞാൻ സഹിച്ചോളാം. ഓ അങ്ങനെ സഹിച്ചോളാം. 40-45 വയസ്സായി. അവൻ അരി ഊറ്റാൻ ഇതുവരെയും പഠിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞ പറ്റാതെയായിരുന്നല്ലേ? ഇനി കഞ്ഞായിട്ട് കുടിച്ചാൽ മതി. വേണ്ട വേണ്ട, പോ മാറിപ്പോ. കഞ്ഞായിട്ട് കുടിച്ചാൽ വേണ്ട. ഇതേ ഒന്ന് അരിഞ്ഞിട്ടാണ്. ചെറുപയർ സാമ്പാറിനെ പോലെ ഒന്ന് അരിയോ തീ എല്ലാം ഒന്ന് അരിഞ്ഞാണ്. കൈ വയ്യടാ, വിരൽ ഒട്ടും വയ്യ. അതാണ്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞാണ്. എന്നാ അമ്മയുടെ ഉദ്ദേശം എന്താണ്? ഇടാ ഒന്ന് അരിഞ്ഞ ഇവിടെ ആരും ഇല്ലാഞ്ഞിട്ടല്ലേ നിന്റെ പറയുന്നത്? ദൈവമേ, ഇത് അമ്മ മറ്റേ ഇതല്ലോ ഉണ്ടോ കയ്യിൽ? ആ ഓറേ ഇവിടെ പിള്ളേർ വെച്ചിട്ട് പോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നീ അതൊന്ന് അരി. വലിയ വലിയ പോലീസുമാരെ അറിയാം അവർ നല്ലതുപോലെ. പട്ടാളത്തിന് പറയാൻ അറിയണം. ആ അങ്ങനെ എല്ലാം പഠിക്കണം പോലീസുകാർക്ക്. എന്ത് മതിയാ? ഒന്നൂടെ കൈ മുറിഞ്ഞാ മതിയായിരുന്നു. പിന്നെ ആശുപത്രി പോയിരുന്നു. ആ വഴിക്ക് ആശുപത്രി പോയിരുന്നു. ശരി എന്നാ. ഇതിന് വലിയ വെയിറ്റ് ഒന്നും ഇതൊക്കെ അരിയാ സ്വന്തമായിട്ട്. മുറിയൊന്നും ഇല്ലല്ലോ കൈ.
ഓ ഇതെന്തിനാണ് പരിഗണത്? ഇത് അമ്മ ഞാൻ വെറുതെ ചമ്മന്തി അരച്ചു തരാൻ പറ്റുമോ അമ്മയ്ക്ക്? വെളിച്ചെണ്ണ, ഇഞ്ചി, മാവ്, ഉള്ളി, ഉഴുന്ന്, പച്ചരിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നോക്കിയല്ല വായിക്കല്ല എടുത്തിട്ട് മടന്ന്. ഈ പച്ചരിയൊക്കെ ഇവിടെ ഇരിക്കുകയല്ലേ അമ്മ? പച്ചരി ഇവിടെ ഇരിക്കുന്ന പറഞ്ഞ് ഒരു പിടി അരി മതിയാ? നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് ഒന്നും വേണ്ട. ഇത് പച്ചരിയാണോ തിന്നുന്ന വാരി എല്ലാവരും വാരി? അയ്യോ എന്തോന്നാടാ നീ പറയുന്നത്? നോക്കുന്നത് പച്ചരി ഇത് വേണ്ട. ഇത് വേണം, നീ പോയി വാങ്ങിച്ചോണ്ടാ, സാധനം വാങ്ങിച്ചോണ്ടാ പോടാ. ഈ പറഞ്ഞ ലിസ്റ്റ് പ്രകാരമുള്ള ഈ സാധനം മതിയല്ലോ. അത് ഇപ്പൊ പറയാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ പിന്നെ വേറെ വല്ല സാധനം വേണമെങ്കിൽ നീ പോണം. പിന്നെ വേറെ ആരാണ് ഇവിടെ ഇരിക്കുന്ന? ഫോണെവിടെ? കൊള്ളാലോ ചെറുക്കൻ്റെ സ്വഭാവം. ഇടാ ഇങ്ങോട്ടിറങ്ങി വാടാ. ഫോൺ എടുക്കണ്ടേ? ഫോൺ എടുക്കാൻ ഇത്രയും താമസം വേണോ? എന്റെ കാര്യം ഇതിനകത്തുള്ള സാധനം മാത്രമേ ഞാൻ പഠിക്കുള്ളൂ. ചിലപ്പോ വേണമെങ്കിൽ വേറെ വാങ്ങിക്കണം. മാണ്ട എന്നെ കൊണ്ട് എന്തോന്ന് നിന്നെ കൊണ്ട്? ചെറുക്കൻ ഒന്നോ രണ്ടോ ചെറുക്കൻ ആകെ ഒരു വെപ്പറാളോ ഒരു വേഗാരോ എന്തോന്ന് എനിക്കറിയാൻ വയ്യ. 2 ദിവസം ലീവ് കിട്ടി അവർ ഇതിനകത്ത് കയറി അടയിരിക്കണം. എന്തോന്ന് സ്വഭാവമാണിത്? അമ്മ ഇരുന്നിരുന്ന് വല്ലപ്പോഴാണ് വീട്ടിൽ ഒരു അവസരം കിട്ടുന്നത്. ആ ദിവസം എല്ലാം ഇറങ്ങി പോയി. അപ്പൊ വീട്ടിൽ ജോലി കയറിയൊന്ന് എടാ വീട്ടിലിരിക്കുമ്പോ ആമ്പിള്ളേർ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തേ അമ്മ. ഞാൻ എന്ത് ജോലിയമ്മ ചെയ്യാത്തത്? ഈ പറമ്പിൽ പോണാരാണ്? അപ്പുറത്തുള്ള പോവോ? ഇവിടെ ആവശ്യമുള്ള കാര്യം നടത്തുന്നാരാണ്? ആവശ്യമുള്ള കാര്യങ്ങളാ ഇപ്പോഴും പറഞ്ഞത്. പോയിട്ട് വാ, പോ പോ. ഒരു മനുഷ്യനെ എന്തെങ്കിലും ചെയ്യാന്ന് കരുതി പിന്നെ അവന്റെ തോളിലിട്ട് അങ്ങ് എല്ലാരും അങ്ങ് ഇവിടെ സാധനം വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ തോളി കയറുന്ന എന്തോന്നടാ? വെയിലത്ത് നടക്കാൻ വയ്യ, അല്ലെങ്കിൽ ഞാൻ പോയാനാ. എനിക്ക് വയ്യാത്തോണ്ടാ. 70 വയസ്സ് കഴിഞ്ഞ എനിക്ക്. നീ അത് മനസ്സിലാക്കണം. ഓർമ്മ വേണം. എന്ത്? ഒന്നുമില്ല. ഒന്നും വേണ്ട. പോയിട്ട് വന്നാ മതി. ഇതാ ഇവിടെ വണ്ടി കൊണ്ട് വയ്ക്കാൻ ആരെങ്കിലും എടുത്ത് കളിക്കും. സാരമില്ല. ഈ ലിസ്റ്റിലുള്ള സാധനം അതിനപ്പുറത്ത് പറഞ്ഞ ഞാൻ മേടിക്കില്ല. ചേട്ടാ ഈ ലിസ്റ്റിലുള്ള ഇവിടെ അടുക്കള കയറുമ്പോ പറയും, അയ്യോ എണ്ണയില്ല, അയ്യോ പുണ്ണാക്കില്ല, അയ്യോ മാവില്ല, അയ്യോ സ്റ്റാർട്ട് ആവുന്നില്ല വണ്ടി. നടന്നു പോ. നടന്നു പോവാനാ? ഇവിടെ വണ്ടി എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഇതിനു മുന്നേ നടന്നു പോയിട്ടില്ലേ? പോയിട്ട് വാ അങ്ങോട്ട്. അത്ര കൂളായിട്ടൊന്ന് പറയണം നോക്കിയാണ്. ഇതോടുകൂടി സകല ജോലിയും തീർത്തിട്ടുണ്ട്. കഞ്ഞി എടുത്ത് വെളിയിച്ചിട്ടുണ്ട്. സാധനം മേടിക്കാൻ പോവാണ്. മലക്കറി അരി വെച്ചിട്ടുണ്ട്. ഇനി പണിയൊന്നുമില്ല. കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒന്നും ഞാൻ ചെയ്യൂല. വന്നവർ കിടന്ന് ഉറങ്ങ നീ. ഈ ഓടാ മുളക് വാങ്ങിച്ച് വെച്ചിട്ട് എത്ര ദിവസമായെന്നറിയാമോ? 2 പെണ്ണുങ്ങളുള്ള വീടാണ്. അതെ, അതിനി അങ്ങോട്ട് ഉണക്കി പൊടിച്ച് കൊണ്ട് വെച്ചു കൊടുത്ത അടുത്ത് ചിലവാക്കാൻ അറിയാം. അല്ലെങ്കിൽ അവരൊക്കെ അതിനൊന്നും സമയവും ഇല്ല. സമയം ഉണ്ടെങ്കിൽ കഥയും പറഞ്ഞുകൊണ്ടിരുന്നോളും. പിന്നെ എന്താ ചെയ്യാൻ? ആകെ ചെയ്യും അടുക്കള. അമ്മ സുരേഷ് വാടാ. എന്താണ് പരിപാടി? കുറച്ച് മുളക് ഇരുന്നെടുത്തിട്ട് ഉണക്കാന്ന് വിചാരിച്ചു. ഇവിടെ വേറെ ആരുമില്ലേ? അല്ല ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ലില്ലി അവളെ വീട്ടിലോട്ട് പോയി. തങ്കം വൈകിട്ട് വരാന്ന് പറഞ്ഞ് പോയതാ. പിള്ളേര് പള്ളിക്കൂടത്തിലും പോയി. അല്ല നിനക്കിന്ന് പോണ്ടായിരുന്നാ? ഞാൻ ഇന്ന് പോയില്ല. അപ്പഴാ ഇവൻ ഇവിടെ ലീവ് എടുത്തോണ്ടിരിക്കല്ലേ, എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാന്ന് വിചാരിച്ച്. അവൻ അവിടെ ഇല്ലേ? അല്ല അവൻ ഇത്തിരി സാധനം വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. പുറുപുറാന്ന് പറഞ്ഞ് പുറത്തോണ്ട് പോയിരിക്കുകയാണ്. വണ്ടിയും കേടായി പോയി. ഉറക്കത്തിൽ വിളിച്ചത് അവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഉറക്കത്തിന് വിളിച്ച ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാ? പിന്നെ ഇവിടെ ഇപ്പൊ ആരും ഇല്ലാത്തപ്പോ ഈ വയസ്സുകാലത്ത് ഞാൻ ഈ വെയിൽ കൊണ്ട് പോയി വാങ്ങിച്ചോണ്ട് വരാനൊക്കെ അവനല്ലേ ഉള്ളു. അവൻ എന്തായാലും പോയിട്ട് വരട്ടെ. പോയിട്ട് ഇപ്പൊ വരും. നീ വാ ഇരിക്ക്. കുറച്ച് നാളെ എല്ലാം കണ്ടിട്ട്. കുറച്ച് നാളെ. അല്ലേ സാറേ വണ്ടി എടുത്തില്ലായിരുന്നു? വണ്ടി എടുക്കാൻ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലേ? പെട്രോളൊക്കെ ഉണ്ടോ? പെട്രോൾ ഇന്നലെ വൈകുന്നേരം അടിച്ചാണ്, എന്നിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. കിക്കൊക്കെ അടിച്ചു നോക്കിയായിരുന്നു? കിക്കും ചെയ്ത് നോക്കി, സെൽഫ് എടുക്കുന്നില്ല. ശരി സാറേ, ഞാൻ അങ്ങോട്ട് വന്നേ. അവിടെ വരണേ. കാരണം വണ്ടി ഇല്ലെങ്കിലേ വലിയ പാടായിപ്പോ. ശരി. ലില്ലേ. ഇല്ലാണ്ട് വർക്ക്ഷോപ്പിൽ മറ്റേ അനിലിന്റെ വർക്ക്ഷോപ്പ് വരെ തോന്നുന്നത്. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. നീ എവിടെ? നീ ഒന്ന് വേഗം വരാൻ നോക്ക്. അത് പറ്റൂല, നീ വേഗം വാ. ഇവിടെ ഞാൻ ഇപ്പൊ എന്നെ ഉണ്ടല്ലോ, എന്റെ കാര്യം വലിയ കഷ്ടമാണ്. അതായത് രാവിലെ എന്നെ അമ്മ വിളിച്ചോണ്ട് എങ്ങനെ അറിയാമോ? കിടക്കപ്പായൽ തലേ കൂടെ ബക്കറ്റിൽ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട്. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേക്കെന്ന് പറഞ്ഞാണ് തെറ്റായിപ്പോയത്. പിന്നെ അടുക്കളയെ കൊണ്ട് അരി വാർക്കുന്നു, മുറ്റം അടിക്കുന്നു, പാത്രം കഴുകുന്നു. ഇപ്പാണ്ട് 2 കയ്യിൽ സാധനം ഇരിക്കുക.
സാധനം പിടിക്കാൻ വന്നേക്കാ. ആ ആ ആ വേറെ ആരെ വിളിക്കും, ഒരു മിനിറ്റ്. ആ സുരേഷാ. എടീ വേറെ ഒന്നുമില്ലല്ലോ, നീ പറ്റും വേഗം വരാൻ നോക്ക്. എനിക്ക് പറ്റുന്നില്ല ഏട്ടാ. ആ ശരി ശരി. നീ അവനെ പിന്നെ വിളിക്കാം. താമസിച്ച ഇനി പിന്നെ അതിനാവും അമ്മയുടെ തെറി വിളി. നീ എന്തോന്നാടാ ഈ കാണിക്കുന്നത്? നീ ഒന്നങ്ങോട്ട് എഴുന്നേറ്റ്, എന്നിട്ട് എഴുന്നേറ്റ് കണ്ട ആ പായുടെ 4 അറ്റവും പിടിച്ച് അങ്ങോട്ട് നീക്കി കൂട്ടിയേ. ഇങ്ങനെയാണോ? ആ ആ 4 വശവും 4 വശവും. ആ 4 വശവും. നീ വന്നാ കുഴപ്പമില്ലടാ. അമ്മ എന്തേ കാണിക്കുന്നത്? ഇത് ഞാൻ ചെയ്യുന്ന കാണാം സുരേഷ്. പോലീസുകാരെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യുക വെച്ചാൽ നിനക്ക് വല്ലതും തോന്നിയാടാ ഞാൻ അങ്ങനെ പറഞ്ഞു? അവനൊരു വിഷമമില്ല, നിനക്കാണാ വിഷമം. അവനും നീയും അവനും എനിക്ക് ഒപ്പം തന്നെ. അതൊക്കെ ശരി തന്നെ. ഞാൻ നിന്നെ വിളിച്ചല്ലോ, കിട്ടില്ല. അത് ഞാൻ ഇതിന്റെ 2 കയ്യിൽ സാധനം ഇരിക്കാറ്, വേറെ കോൾ ഇരിക്കാറ്. ഇപ്പൊ അമ്മക്ക് ഇത് ശരിയാക്കണോ? ഇതിപ്പോ ഇത് പിടി. എടാ നീ വിട്ട് വിട്ട് സുരേഷ് വിട്ട്. ഉണങ്ങിയായിരുന്ന അമ്മ? ഞാൻ ഒരു മര്യാദ വേണ്ട അമ്മ ചെയ്യണേന്ന്. അവനൊന്നും തോന്നിയില്ലല്ലോ. അത്രയും പോയി. കണ്ട കണ്ട എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്ന കണ്ട അവനൊന്നും ചെയ്തപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലേ. ഇങ്ങനെ വാരി വിരിച്ചിടാനാണോ നീ ചാടി കയറി? കണ്ട 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 അവനെ ചാടി കയറി കിടന്ന് ഉറങ്ങാനാണ് വെപ്രാളമുണ്ട്. ലില്ലി ഒരുത്തി വളർത്തി വഷളാക്കി വളർത്തിയത് എന്നെ വളർത്തിയ ആരാ? ഞാൻ വളർത്തിയപ്പോ ഒന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് നിനക്ക് ഈ സ്വഭാവമൊക്കെ ഉണ്ടായത്. എന്ത് പറക്ക്. നീ അങ്ങോട്ട് മാറിയില്ല, നീ അങ്ങോട്ട് മാറിയില്ലേ? പറക്കട്ടെ പറക്കട്ടെ അങ്ങോട്ട്. എന്റെ വീട്ടിൽ ഇങ്ങനെ തന്നെയാ. എല്ലായിടം പോലെ അല്ല. ഇത് കണ്ടാ, ഇതാണ് എന്റെ കഷ്ടപ്പാട്. കഷ്ടപ്പാട്. അമ്മ അമ്മ മാറിക്കമ്മ. നീ ബഹളം ഉണ്ടാക്കല്ലേ. അതെടുക്ക് ബാക്കി പിന്നെ വരാം. ഇതാണ് സ്വഭാവം. വാരി വലിച്ച് എന്തെങ്കിലും കാട്ടി കൂട്ടി അങ്ങ് നടത്തി. ഓട്ടമ്മ മെനക്കെട്ടവൻ. മെനക്കെട്ട സ്വഭാവങ്ങള്. നീ അതാ കൊണ്ടുപോയി. സകല സാധനം പഠിച്ചിട്ടുണ്ട്. പല സാധനം വാങ്ങാൻ പറഞ്ഞത്. ഇനി ഒരാഴ്ചത്തേക്ക് അമ്മ. അയ്യോ എന്റെ അമ്മോ. വെള്ളം തന്നെ. ഇതെന്താ സാമ്പാറും ചോറുവോ? അവൻ പറഞ്ഞു ഒന്നും വേണ്ട, ഇത് മതിയെന്ന്. ഓ അമ്മയും മോനും കൂടി ഇന്ന് തകർക്കുമായിരുന്നു തോന്നണല്ലോ. എന്തായാലും നീ വന്നല്ലോ, വലിയ സന്തോഷമായി. ചോറ് വേണ്ടേ? അമ്മ ഏൽപ്പിക്കണം നിന്നെ. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണം. എവിടെ പോണ്ടേ? അവിടെ അല്ലേ? റെഡി എഴുന്നേറ്റ്. അയ്യോ എവിടെ പോകുന്നു? കഴിച്ചിട്ട് പോ. ഇല്ലേ? എടാ അവിടെ ചോറ് എടി മതി, നീ വന്നല്ലോ. വയറ് അമ്മ നിറഞ്ഞിരിക്കുക. ഒരു കാര്യം പറയാതിരിക്കാൻ പോയാ, നമ്മുടെ അമ്മയൊക്കെ ശരി തന്നെ, സഹിക്കാൻ പറ്റൂല. ലില്ലിയൊക്കെ സമ്മതിക്കണോടി, സമ്മതിക്കണം. ഏത് വഴി കയറി പോകുന്നു? ഏത് വഴി കൂടെ ചാടിപ്പോ വേണമെങ്കിൽ തിന്നട. അവനാ പറഞ്ഞത് ഇതൊക്കെ മതിയെന്ന്. ഞാൻ എന്തോ ചെയ്തെന്നാ? എടി ദേഹം അല്ലെങ്കിൽ ഒരു പണി ചെയ്യത്തില്ല. കൊള്ളാല്ല. അയ്യോ നിനക്ക് ചോറ് വേണ്ടേ?